ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളെ തന്നെ റിജക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇന്നോ ഇന്നലെയും തുടങ്ങിയതല്ല, വർഷങ്ങളായിട്ടുള്ള ഈ ഒരു പാറ്റേൺ ആണ്. ഇതിനുള്ള റീസൺ എന്ന് പറയുന്നത് ഇറ്റ്സ് ബിക്കോസ് ഓഫ് യുവർ അഡ്വേഴ്സ് ചൈൽഡ്ഹുഡ് ഇവൻറ്റ്സ്, അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടായ വളരെ നെഗറ്റീവായിട്ടുള്ള ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ്. ചിലപ്പോൾ നിങ്ങൾക്ക് ചൈൽഡ്ഹുഡിൽ നിങ്ങൾക്ക് ഒരുപാട് ക്രിറ്റിസിസം കിട്ടിയിരിക്കാം, കമ്പാരിസൺ കിട്ടിയിരിക്കാം, റിജക്ഷൻ കിട്ടിയിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് ഇമോഷണൽ നെഗ്ലക്റ്റ് ഉണ്ടായിരിക്കാം. അപ്പോൾ അറിഞ്ഞോ അറിയാതെയോ ആ ഇവൻറ്റ്സിൽ നമ്മൾ ഓരോ മീനിങ് കൊടുക്കാൻ തുടങ്ങും. ഓക്കെ, മേ ബി ഞാൻ അത്ര നല്ലതല്ല, ഞാൻ എത്ര പഠിച്ചു കഴിഞ്ഞാലും ഐ കാൺ ഡു ഇറ്റ്, ഞാൻ എന്ത് ചെയ്ത് കഴിഞ്ഞാലും ഐ വോണ്ട് ബി അക്സെപ്റ്റഡ് എന്നുള്ള മീനിങ്സ് നമ്മൾ അറിയാതെ കൊടുക്കും, അല്ലെങ്കിൽ ഈ ഒരു ബെലീഫ്സ് കൊടുക്കും. അപ്പം എന്ത് സംഭവിക്കും വെച്ച് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും നമ്മുടെ ലൈഫിൽ ഇതേപോലത്തെ പാറ്റേണിലുള്ള കുറേ ആൾക്കാർ, കുറേ സിറ്റുവേഷൻസ് നമ്മുടെ ലൈഫിൽ അട്രാക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ ഒരു പാറ്റേൺ എങ്ങനെയാണ് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നത്? അതിനാണ് നമ്മൾ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്യേണ്ടത്. എന്താണ് ഇന്നർ ചൈൽഡ് ഹീലിംഗ്? എങ്ങനെയാണ് ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്യേണ്ടത്? എങ്ങനെയാണ് നമുക്ക് സപ്രസ്ഡ് ഇമോഷൻസ് റിലീസ് ചെയ്യാൻ പറ്റുന്നത്? എങ്ങനെയാണ് നമ്മുടെ ബ്രെയിനിനെ റീപാറ്റേൺ ചെയ്യാൻ പറ്റുന്നത്? ഇതിനെ പറ്റിയിട്ട് വിശദമായിട്ടുള്ള ഒരു മാസ്റ്റർ ക്ലാസ് ഞാനിന്ന് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മാസ്റ്റർ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ദ ലിങ്ക് ഇസ് ഇൻ ബയോ.